സന്മനസ്സുകൊണ്ട് ഈ വേദി, ഈ രംഗവേദി എന്ന് പറഞ്ഞാൽ ഒരു വളരെ പുണ്യതമമായ ഈ വേദി, എല്ലാവർക്കും എത്തിക്കിട്ടാനും ഒക്കെ സൗകര്യമായ ഈ വേദി കഴിഞ്ഞ 16 വർഷമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഹോള് കിട്ടുക മാത്രമല്ല, അതിനൊപ്പം ഈ സൗണ്ട് സിസ്റ്റം, ഭക്ഷണശാല, അനവധി സൗകര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം ചേർന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ബ്രാഹ്മണ സഭയോട് കടപ്പാടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം കഴിഞ്ഞ് കൊണ്ട് വന്നാൽ അത് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം ഇവിടെ നിന്ന് പോയാലടക്കം നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന രാധ ചേച്ചി ആൻഡ് ടീം, അവർക്ക് എല്ലാവർക്കും നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കട്ടെ. പിന്നെ കുക്കിംഗ്, ഭക്ഷണമൊക്കെ യഥാസമയം വേണ്ട പോലെ എത്തിച്ചു തരുന്ന വിനായക കാറ്ററിംഗിൻ്റെ ഗണേശൻ, അദ്ദേഹം ഇവിടെയുണ്ട്, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ മാല പൂവുകളൊക്കെ വേണ്ട മാതിരി എത്തിച്ചു തന്ന ജയകൃഷ്ണൻ, അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഭഗവത്ഗീത ചൊല്ലി തന്ന രാമചന്ദ്രൻ മാമാവിനെ നമ്മുടെ നന്ദി കടപ്പാട് നമസ്കാരം ഇത്ര അറിയിക്കുന്നു. കസ്തൂരിയിലെ റെസിഡൻസ്, ഇവിടുത്തെ താമസക്കാരായ പല ആൾക്കാർ, അവരുടെ പങ്കാളിത്തം അത് വളരെ പറയാതെ നിർത്തിയില്ല. പങ്കാളിത്തം എല്ലാ തരത്തിലും, ശാരീരികമായും സാമ്പത്തികമായും എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ കസ്തൂരിയിൽ താമസിക്കുന്ന ആൾക്കാർ നമുക്ക് തന്നിട്ടുണ്ട്. അവരോടും നമ്മൾ കടപ്പെട്ടവരാണ്. പിന്നെ ഇവിടെ വന്ന ആചാര്യന്മാരെ, ഭാഗവത ആചാര്യന്മാരെ, ഇന്ന് വേണുമൂസത്ത് വന്നു. 2 ദിവസം മുമ്പ് ഇവിടെ മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി എന്ന ആചാര്യൻ വന്നു. ഇവരൊക്കെ വന്ന് 1-2 അധ്യായങ്ങളൊക്കെ നമുക്ക് വായിച്ച് നമ്മളെ ധന്യരാക്കിയിട്ടുണ്ട്. അവരോട് നമ്മുടെ കടപ്പാട് അറിയിക്കുന്നു. പിന്നെ കവിത എഴുതി അവതരിപ്പിച്ച മണികണ്ഠൻ, പിന്നെ ഇവിടെ രാവിലെ മുതൽ പല കാര്യങ്ങളിലും നമ്മളുടെ ഒപ്പം ചേർന്ന് നിന്ന മണികണ്ഠൻ്റെ മക്കൾ, അവരോടും നമ്മുടെ കടപ്പാടുണ്ട്. പിന്നെ സ്തുതി, ഇപ്പോൾ ടീച്ചർ പറഞ്ഞു അതുകൊണ്ട് എന്നാലും പറയട്ടെ, സ്തുതികളുടെ ആന്തരാർത്ഥം ധാരാളം പേര്, ഒരാളുടെ പേര് പറഞ്ഞാൽ അടുത്ത ആളുടെ പേര് പറഞ്ഞില്ല, അപ്പം ഞാൻ പറഞ്ഞത് നന്നായില്ലേ എന്നൊക്കെ സംശയം, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പറഞ്ഞത് നന്നായി. അപ്പോൾ സ്തുതികളുടെ ആന്തരാർത്ഥം വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്ന സ്തുതി സ്തോതാരണപ്രിയ എന്ന ഭഗവാനെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകിച്ച് ഒരാൾക്കും കൂടി ഈ പറഞ്ഞ സ്തുതികളുടെ തത്വങ്ങളെല്ലാം, ഈ ഭാഗവത ജ്ഞാനമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും തിളങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾക്ക് കൂടി താങ്ക്സ് പറയാനുണ്ട്. അത് വേറെ ആർക്കുമല്ല, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് എല്ലാ ദിവസവും ഇന്ന് രാവിലെയും കൂടി മുടങ്ങാതെ 5:30 മണിയാകുമ്പോൾ ഇവിടെ എത്തിച്ചേർന്ന വരുണ ഭഗവാൻ ആൾക്കാരെ കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെ രാവിലെ 5:30 മണിക്ക് മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട്, കാരണം എല്ലാ ദൈവന്മാരും പൃഥ്വ്യപ്തേജോ വായുരാകാശ എന്നാണല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ പൃഥ്വിക്കും തേജസ്സിനും വായുവിനും ആകാശത്തിനും നമ്മുടെ ഉള്ളിൽ നിന്നും തിളങ്ങുന്ന ഭഗവാനും ഈ ഭാഗവത തത്വത്തെ നമുക്ക് ഉള്ളിൽ പ്രകാശിപ്പിച്ചു തരട്ടെ ഇനിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി ഒരിക്കൽ പറയുന്നു. നമസ്കാരം.